TPM, ദ പെന്തക്കോസ്റ്റ് മിഷൻ. TPM എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അലർജിയാണ്. അലർജി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ അവരുടേതായ കാരണങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾക്കിതിനെക്കുറിച്ച് പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. പ്രത്യേകിച്ചും നാട്ടിലായിരുന്നപ്പോൾ TPM, അവരുടെ രീതി എന്ത്, പ്രാർത്ഥന എങ്ങനെ, അവരുടെ ആരാധന എങ്ങനെ, അവരുടെ സ്വഭാവം എങ്ങനെ, അങ്ങനെ പലതും. എന്നാൽ ഗൾഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുമായി സഹകരിക്കേണ്ട, ഇവരുടെ സഭയിൽ ചെന്ന് ചേരേണ്ട സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു. അത് ഒരു നീണ്ട സാക്ഷ്യം തന്നെയാണ്. എപ്പോഴെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി തന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞിടാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടേതായ ചില അനുഭവങ്ങളാണ്. മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയുക എളുപ്പമാണ്. എന്നാൽ നന്മ കണ്ടെത്തി അവരെക്കുറിച്ച് നന്മ പറയുക അത്ര എളുപ്പമല്ല. ഞങ്ങളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് കർത്തൃസേനയിൽ ചേർക്കപ്പെട്ട പ്രിയ അമ്മച്ചി എസ്റ്റർ പീറ്ററിനെ കുറിച്ചാണ്. രാജാജയാ ഹല്ലേലൂയാ ഗാനങ്ങളോടെ. 2010 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഞങ്ങൾ ഈ സഭയിൽ ചെന്ന് ചേരുന്നത്. ഞങ്ങൾ ചെന്ന് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രിയ അമ്മച്ചി ആ സഭയിലേക്ക് ട്രാൻസ്ഫറായി കടന്നു വരുന്നത്. നന്നായി ദൈവസാന്നിധ്യം ചുമക്കുന്ന വ്യക്തിത്വം, മാധുര്യമേറിയ ശബ്ദം. റെക്കോർഡിങ്ങിൽ കേൾക്കുന്ന പോലെയൊന്നുമല്ല കേട്ടോ, നേരിട്ട് അനുഭവിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ സൗന്ദര്യം അതും മറ്റൊന്നാണ്. പരിശുദ്ധരേശുവോട് പരലോകിൽ വാണ്ടിടവേ, പരിശുദ്ധരേശുവോട് പരലോകിൽ വാണ്ടിടവേ, മാറ്റുയരേറ്റതാലേ പാവത്തിൻ വല്ലമേയെ, മാറ്റുയരേറ്റതാലേ പാവത്തിൻ വല്ലമേയെ, ஏற்று நான் பாரினில் காத்திருப்பேன், ஏற்று நான் பாரினில் காத்திருப்பேன், மாயலோகத்தை விட்டு மேலோகம் போகிறேன், மாயலோகத்தை விட்டு மேலோகம் போகிறேன், இயேசுவின் முகம் காண என் உள்ளமே. ഒരു ദിവസം ഞങ്ങൾ ഫെയ്ത്ത് ഹോമിൽ ചെന്നു. എല്ലാവരെയും കണ്ടുകേട്ട് അവസാനമായിട്ടാണ് അമ്മച്ചിയുടെ റൂമിലെത്തുന്നത്. കുഞ്ഞുങ്ങളെ കണ്ടതും അമ്മച്ചി അവരോടായി സംസാരം. എനിക്ക് കിട്ടിയ തക്കം നോക്കി ഞാൻ വീഡിയോ പകർത്തി. Bible, very good. Everyone clap your hands. Loud, if you also. You also clap your hands. Okay. Once again, I'm going to sing. You follow me. Okay. B-I-B-L-E. Yes, that's the book for me. I stand alone the word of God. B-I-B-L-E. Sing loudly. B-I-B-L-E. Yes, that's the book for me. I stand alone the word of God. B-I-B-L-E. Once again. B-I-B-L-E. Yes, that's the book for me. I stand alone the word of God. B-I-B-L-E. Till the end of the world. Don't forget this. Very good. Everyone clap your hands. Bible is a book. Okay. The Lord is my light and my salvation. Whom shall I fear? The Lord is the strength of my life. Of whom shall I be afraid? You know this word already? Already you know this word memorized. Okay. ശാന്തമായുള്ള സംസാരം എന്നെ ഒത്തിരി ആകർഷിച്ചു. അഭിഷേകത്തിൽ നിറഞ്ഞുള്ള പാട്ട് മാത്രമല്ല, പ്രവചനപരവും ആത്മിക സൗന്ദര്യത്തിന് മാറ്റി വർദ്ധിപ്പിച്ചു. ശാന്തമായി, സ്ഫുടമായി, വ്യക്തമായി പ്രവചിക്കുക എന്നുള്ളത് അമ്മച്ചിയുടെ ആത്മിക സ്വഭാവമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിങ്ങിനായി വന്നു. പലയിടത്തും പോയിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ക്ഷീണിച്ചിരുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ക്ഷീണം കണ്ടാൽ
പെട്ടെന്ന് മനസ്സിലാകും. ഞാനത് മനസ്സിലാക്കി ഫാൻ ഇട്ടു, AC ഇട്ട് കൊടുത്തു. നല്ല സമ്മർ സീസണായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ ചെന്നു. കുറച്ച് മുസമ്പി വാങ്ങിച്ചു വെച്ചിരുന്നു. ആ മുസമ്പി കട്ട് ചെയ്ത് ജ്യൂസാക്കി അവർക്ക് കൊണ്ട് കൊടുത്തു. കുടിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവർ 3 പേരും കുടിച്ചു. പെട്ടെന്ന് ഞാൻ അടുക്കളയിൽ വന്ന് കുറച്ച് മാങ്ങ വാങ്ങിച്ചു വെച്ചിരുന്നു. നല്ല പഴുത്ത മാങ്ങ. ആ മാങ്ങ വാങ്ങിച്ച് പുളി ഉപ്പും മുളകും ഇട്ട് ചേർത്ത് അവർക്ക് കൊണ്ട് കൊടുത്തു. കഴിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് മൊത്തവും കഴിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മാങ്ങ കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അത് കേട്ടപ്പോൾ എൻ്റെ സന്തോഷം വീണ്ടും വർദ്ധിച്ചു. ഇങ്ങനെ മാങ്ങ കഴിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ സാധാരണമാണ്, പ്രത്യേകിച്ച് എൻ്റെ പപ്പായ്ക്ക്. എൻ്റെ പപ്പായാണ് അങ്ങനെ കഴിക്കാൻ പഠിപ്പിച്ചത്. എന്തായാലും അതെനിക്കൊരു നല്ല അനുഭവമായിരുന്നു. പിന്നീട് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു പാട്ടുമൊക്കെ പാടി വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് നല്ല ഉഷാറോടെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ സന്തോഷത്തോടെ ഇന്നും ഓർത്തിരിക്കുന്നു. ശാന്തമായി ഓർത്തിരിക്കാൻ അനേകം ആത്മീയ അനുഭവങ്ങൾ നൽകി തന്ന പ്രിയ അമ്മച്ചിക്ക് ബദൽ ക്രിയേഷൻസിൻ്റെ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മേവരെയും ആശ്വസിപ്പിക്കും. വേഗത്തിൽ വന്നിടും എൻ പ്രാണനായകൻ. ഓ